അങ്ങനെ അടുപ്പിച്ച് രണ്ടാം മത്സരവും CSK ജയിച്ചു. ഋതുരാജ് ഹാപ്പിയാണ്. താൻ ക്യാപ്റ്റനായി അടുപ്പിച്ച് 2 കളി ജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഋതുരാജാണ് ക്യാപ്റ്റനെങ്കിലും കാര്യങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്തത് ധോണിയാണ്. അത് നമ്മൾ TV-യിൽ വ്യക്തമായി കണ്ടതാണ്. എന്തായാലും ഇന്ന് കളി ജയിച്ച ശേഷം ഋതുരാജ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK 206 റൺസാണ് ഇന്ന് അടിച്ചു കൂട്ടിയത്. പിന്നീട് ഗുജറാത്ത് നാണം കെട്ട് തോറ്റു. ഇന്ന് കളി ജയിച്ച ശേഷം ഋതുരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനിപ്പോൾ ഹാപ്പിയാണ്. എനിക്ക് CSK ക്യാപ്റ്റൻസി തരുമ്പോൾ ഞാൻ ശരിക്കും ഒന്ന് പേടിച്ചിരുന്നു. കാരണം ഇത് ധോണിയുടെ സ്ഥാനമാണ്. അതുകൊണ്ട് ഞാൻ മോശമാക്കിയാൽ അത് ധോണിക്കും ഇഷ്ടമാകില്ല. അതുകൊണ്ട് ക്യാപ്റ്റൻസിയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ധോണിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് ധോണി തരുന്നത്. എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ധോണി ഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ കണ്ടുപഠിക്കുകയാണ്. കളി ജയിച്ചതിൽ ക്രെഡിറ്റ് എനിക്കുള്ളതല്ല, അത് ധോണിക്കുള്ളതാണ്. ഞാൻ പേരിനൊരു ക്യാപ്റ്റൻ മാത്രമാണ്. ധോണിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചതിൽ സന്തോഷമുണ്ട്. ശിവൻ ദുബെയും രവീന്ദ്രയും മികച്ച കളി കാഴ്ചവെച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂറ്റൻ ടാർഗറ്റ് ഇന്ന് ലഭിച്ചത്. അതുപോലെ ബൗളേഴ്സും അവരുടെ കടമ കൃത്യമായി നിർവഹിച്ചു. ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. വരുന്ന മത്സരങ്ങളിൽ ഞങ്ങൾ ഇതേ കളി ആവർത്തിക്കുമെന്ന് ഋതുരാജ് വ്യക്തമാക്കി. CSK ആരാധകർ ആവേശത്തിലാണ്. ഋതുരാജ് ക്യാപ്റ്റനായി CSK ജയിച്ചിരിക്കുകയാണ്. അതും അടുപ്പിച്ച് 2 മത്സരം. ഗുജറാത്തിനെതിരെ 63 റൺസിന്റെ മികച്ച വിജയമാണ് CSK സ്വന്തമാക്കിയത്. ഇതിൽ കൂടുതൽ ആവേശം ഇനി CSK ആരാധകർക്ക് കിട്ടാനില്ല. ധോണി ക്യാപ്റ്റൻ സ്ഥാനം മാറിയപ്പോൾ CSK ആരാധകർക്ക് നിരാശയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഋതുരാജ് ക്യാപ്റ്റനായിട്ടും CSK ടീമിന് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിന് കാരണം ധോണി തന്നെയാണ്. ഋതുരാജിന് ധോണി നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. എന്തായാലും ഇതേ കളി വരുന്ന മത്സരത്തിലും ആവർത്തിച്ചാൽ ഇപ്രാവശ്യം CSK കപ്പ് നേടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.